ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി അതേപോലെ സിമിലർ ആയിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വരുന്ന അടുത്ത 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. May have deposited ₹50,000 in finance account that pays 8% interest compounded annually. How much amount will be in her finance account after 10 years? അതായത് ഒരു വ്യക്തി ₹50,000 എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു. 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്. പെർ ഇയർ 8% ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അവർക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത്. ഇനി 10 വർഷത്തിന് ശേഷം എത്രയാണ് അവരുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവുന്ന എമൗണ്ട് എന്നാണ് ചോദിച്ചത്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ഒരു ആഫ്റ്റർ 10 ഇയേഴ്സ് വരാൻ പോണ എമൗണ്ട് ആണ്. സോ ഫൈനലായിട്ട് നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടും നമ്മളെ ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ആ ഒരു ഫൈനൽ എമൗണ്ട് എത്രയാണെന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു പ്രിൻസിപ്പൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എന്നിവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. കോമ്പൗണ്ടഡ് ആനുവലി എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് വരുന്നത് ഫോർമുല വരുന്നത് A ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് A ഈക്വൽ ടു P ഇൻറ്റു 1 plus I whole raised to n. A equal to P into 1 plus I whole raised to n ആണ് ഫോർമുല വരുന്നത്. ഇനി ഇതിൽ ഐയും എന്നൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. P എന്താണ് വരുന്നത്? P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 50,000 ആണ്. 50,000 ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഐ ആനുവലി വരുന്നത്. അപ്പോൾ 8% ആണ്. സോ അത് 0.08 വരും. പിന്നെ എന്താ പറയുന്നത്? ഐ കിട്ടി. പിന്നെ എൻ എന്ന് പറഞ്ഞാൽ എത്ര ഇയേഴ്സിന് ആഫ്റ്റർ എത്ര ഇയേഴ്സ് ആണെന്നുള്ളതാണ് വരുന്നത്. 10 ഇയേഴ്സ് ആണ് വരുന്നത്. സോ n 10 ആണ്. ഇവിടെ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാർട്ടർലി ഓരോ വർഷത്തിലും പെർ മന്ത് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്വാർട്ടർ പീരീഡിൽ 4 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹാഫിൽ 6 മന്ത് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐക്ക് വേറെ ഫോർമുല, എന്നിന് K ഇൻറ്റു T ആ രീതിയിലുള്ള ഫോർമുലാസ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ പെർ ആനുവലി ആണ് ഈ കോമ്പൗണ്ട് ചെയ്യുന്നത്. പെർ ആനുവൽ കോമ്പൗണ്ടിങ് ആണ് ഇവിടെ വരുന്നത്. സോ ഡയറക്റ്റ് ഈ ഒരു ഫോർമുല മതി. എന്നിനും വൈക്കും മറ്റ് നേരത്തെ പറഞ്ഞ പോലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കൂ, ഈ 50,000 ഇതൊക്കെ കിട്ടി. ഇനി നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. A ഈക്വൽ ടു എന്ത് വരും? 50,000 ഇൻറ്റു 1 പ്ലസ് 0.08 ഹോൾ റേസ് ടു 10 വരും. 50,000 ഇൻറ്റു 1 പ്ലസ് 0.08 ഹോൾ റേസ് ടു 10. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കാൽക്കുലേറ്റർ അടിച്ചാൽ കിട്ടാവുന്ന വാല്യൂ ഉള്ളൂ. അത് വരുന്നത് 107,946.25. 107,946.25. 1,07,946 rupees ആയിരിക്കും ഫൈനലായിട്ട് അവരുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് വരുന്നത്. സോ ഇതൊരു ടൈപ്പ് ചോദ്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് എമൗണ്ട് ഓഫ് ₹86,400 ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 8% പെർ ആനുവൽ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. ശ്രദ്ധിക്കണം, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോമ്പൗണ്ടഡ് ആനുവലി അല്ല, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു അക്യുമുലേറ്റ് ₹2,06,500? 2,06,000 ഇതിലേക്ക് മാറ്റി പോയി. 500.60. ഓക്കെ, ഇനി ചോദ്യം ഇതാണ്. ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ, 86,400 രൂപ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. 8% പെർ ആനുവൽ ആണ്. കോമ്പൗണ്ട് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടാണ്? ക്വാർട്ടർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അതായത് ഓരോ 3 മാസം കൂടുമ്പോഴും ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അതിനാണ് ചോദ്യം. ഇത് 2,06,500.60 rupees ആവാൻ എത്ര ടൈം എടുക്കുന്നതാണ് ചോദ്യം. ഓക്കെ, അതായത് 86,400 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. 8% ആണ് പെർ ആനുവൽ ഇൻട്രസ്റ്റ്. ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ വർഷവും 3 മാസം കൂടുമ്പോൾ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ആവാൻ എടുക്കുന്ന ടൈമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോർമുലയിൽ ഈ സിമ്പിൾ ആയിട്ട് ഇതിൽ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഇതിലൊക്കെ ചേഞ്ച് വരുത്തണം. കാരണം ക്വാർട്ടർലി ഇത് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നിലും വൈയിലൊക്കെ ഇത് വരും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഇനി നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ചെയ്താൽ P ഈക്വൽ ടു എന്ത് വരുന്നത്? 86,400 ആണ്
പി വരുന്നത്. ആർ എന്ത് വരുന്നത് 0.08 8% ആണല്ലോ 0.08. പിന്നെന്താ വരുന്നത് എ, അതായത് ഫൈനലായിട്ട് നമുക്ക് കിട്ടേണ്ട എമൗണ്ട് എത്ര വരുന്നത് 2,06,500.60 ആണ് ഫൈനൽ എമൗണ്ട് വരുന്നത്. ടി എത്ര വരുന്നത്, ടി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. എ ഈക്വൽ ടു എന്താണ് പി ഇൻറ്റു 1 പ്ലസ് അതിൻ്റെ പകരം എന്ത് കൊടുക്കുക R/K ഇൻറ്റു കെ ടി. കാരണം R/K കൊടുക്കാൻ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഇവിടെ ക്വാർട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റേറ്റിൽ ചേഞ്ച് വരും. ഓക്കെ, ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇയർലി പെർ ആനുവൽ ആയിരുന്നു കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 0.08 കൊടുത്തായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ക്വാർട്ടർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. വർഷത്തിന്റെ അവസാനമല്ല, ഓരോ 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റിന്റെ ഇത് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് വരും എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2,06,500.60 ഈക്വൽ ടു പി എത്രയാണ് 56,400 × 1 പ്ലസ് R/K. R/K എന്ന് പറയുമ്പോൾ ആർ എത്രയാണ് R 0.08 ആണ്. എത്ര തവണയാണ് ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ എത്ര തവണ പെർ ആനും. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ പെർ ആനും ഒരു വർഷത്തിൽ എത്ര തവണ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടാവും 3 മാസം കൂടുമ്പോൾ. ക്വാർട്ടർലി പറയുമ്പോൾ 4, അപ്പോൾ 4, അര, 3/4, 1, അതായത് 4 തവണ 3 മാസം 6 മാസം 9 മാസം 12 മാസം 4 തവണ. അപ്പോൾ കെ ഈക്വൽ ടു 4 വരും. കെ ഈക്വൽ ടു എന്താവുന്നത് കെൻ്റെ വാല്യൂ 4 ആണ് വരുന്നത്. ഇനി ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്താൽ മതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും 4 വരും. ഓക്കെ, നമുക്ക് എൻ തന്നെ കൊടുക്കാം. നമുക്ക് എന്നാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ ഇയർ ആണ് കിട്ടേണ്ടത്. സോ അവിടെ തന്നെ കൊടുത്താൽ മതി, എൻ തന്നെ വെച്ചാൽ മതി. നമുക്ക് ആ ഇയർ ആണല്ലോ കിട്ടേണ്ടത്, എത്ര ഇയർ കഴിയുമ്പോഴാണെന്നുള്ളത്. അപ്പോൾ കെ ടി വേണ്ട, കെ ടി വെച്ചാൽ നമുക്ക് ടി വെച്ചിട്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ തന്നെ ആയിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക കിട്ടേണ്ടി വരിക. സോ ഇനി നമുക്ക് നോക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഉള്ളത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരിക 2,06,500.60 ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് 86,400 ഇൻറ്റു 1.02 ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇതിനെ ഈ സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും 1.02 ഈക്വൽ ടു 206500.60 ഡിവൈഡഡ് ബൈ 86,400 വരും. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഞാൻ നോക്കി ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ വരും 1.02 ഈക്വൽ ടു അതിൻ്റെ വാല്യൂ വരുന്നത് 2.39005. 2.39005. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്ത് വരുന്നത് വാല്യൂ വരുന്നത്. ഞാൻ മുകളിലുള്ളത് മാറ്റുന്നുണ്ട്, അതിൽ കുറച്ചും കൂടി നമുക്ക് വാല്യൂ എന്നാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ എന്നെ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം. അപ്പോൾ എത്ര ചെയ്തോ മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. ഇനി ആ എന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡിൽ ലോഗിന് അപ്ലൈ ചെയ്യാം. നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ കേസിൽ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സംഭവം തന്നെ 2 സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ലോഗ് 1.02 ഈക്വൽ ടു ലോഗ് 2.39005 വരും. ഇനി എന്നെ താഴേക്ക് ഇറങ്ങി വരും, എന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ എന്നെ ലോഗ് 1.02 ഈക്വൽ ടു ലോഗ് 2.39005 വരും. അതിന് എൻ ഈക്വൽ ടു എന്ത് വരും, എൻ ഈക്വൽ ടു നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 0.3784 ഇതിൻ്റെ വാല്യൂ 0.3784 സംതിങ് ആണ്. ഇതിൻ്റെ വാല്യൂ വരുന്നത് 0.0086 ആണ്. 0.0086, അതായത് ഇതിനെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യും. ഇതിനെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിവിഷൻ ആയി മാറും. ഇതിൻ്റെ ആൻസർ വരുന്നത് 44 ക്വാർട്ടേഴ്സ് ലെവൽ ചെയ്തു നോക്കട്ടെ. ആൻസർ വരുന്നത് 0.378408 ഡിവിഷൻ 0.0086. അത് 44 ക്വാർട്ടേഴ്സ് ആണ് വരുന്നത്. അതായത് നമുക്ക് കിട്ടിയത് എൻ എന്ന് പറയുന്നത് കെ ടി ആണ്. കെ ടി അതായത് എൻ കെ ടി ആണല്ലോ. അത് ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് എൻ ശരിക്കും എന്താണ് കെ ടി ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കെ ടി ഈക്വൽ ടു ഏകദേശം എന്ത് കിട്ടി 44 കിട്ടി. അങ്ങനെയാണ് കെ എത്രയെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, കെ 4 ആണ്. അപ്പോൾ
40 ഈക്വൽ ടു 44 വരും. അപ്പോൾ ടി എന്ത് വരും? 44/4 ഈക്വൽ ടു 11. അപ്പോൾ 11 വർഷം കഴിയുമ്പോഴാണ് ഈ ഒരു എമൗണ്ട്, ഈ ഒരു ഇൻട്രസ്റ്റിൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്ര ആവുന്നത്? 2,65,500.60 റുപ്പീസ് ആവുന്നത്. ഓക്കെ, ഇത് മനസ്സിലാണ്ടാവില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് മറക്കരുത്. അത് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഈ മുകളിൽ കയറി നിൽക്കുമ്പോൾ, പവറിൽ കയറി നിൽക്കുമ്പോൾ കണ്ടുപിടിക്കൽ അത്ര ഈസി അല്ല. അതുകൊണ്ടാണ് രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്ത് എന്നിനെ താഴോട്ട് ഇറക്കിയിട്ട് അതിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ടി എത്ര ഇയേഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ KT ആണ്. ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ടിക്ക് നമുക്ക് 4 ആണെന്ന് പറയാം. അപ്പോൾ 40 = 44 വരുമ്പോൾ ടി എന്ത് വരും? 44/4 ഇറ്റ്സ് 11. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഓൺ ₹8,000 for 5 years at 6% per annum compounded at semi-annually or monthly. അതായത് സെമി ആനുവലി പറയുമ്പോൾ 2 വർഷത്തിൽ 2 തവണ ആയിട്ട് 6 months ആയിരിക്കും മേ ബി. അപ്പോൾ 6 months മന്ത്ലി, അതായത് 12 തവണ ഓരോ മാസവും. ആ 2 രീതിയിൽ നമുക്ക് എന്ത് കാണണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വരുന്നത് എന്നുള്ളത് കാണണം. 8,000 റുപ്പീസിന് 5 ഇയേഴ്സിന് 6% പെർ ഇൻട്രസ്റ്റ് റേറ്റിൽ സെമി ആനുവലി മന്ത്ലി ആയിട്ട് വരുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ഒരു വർഷത്തിലുള്ള കോമ്പൗണ്ടിങ് അല്ല, അത് 6 months കൂടുമ്പോഴും സെമി ആനുവലി ആയിട്ട് 6 months കൂടുമ്പോഴും പിന്നെ എല്ലാ മാസവുമാണ് ആ കോമ്പൗണ്ടിങ് വരുന്നത്. സോ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ നേരത്തെ ഐക്കും എന്നിനും K×T IR/K ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് ആ ഫോർമുല ഇത് വെക്കാം. A = എന്താ വരുന്നത്? A = P×1 + I നമ്മുടെ ഫോർമുല. ഇനി I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I R/K ആണ്. N = KT. ഇത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അതായത് പെർ ഇയറിലാണ് ഈ കോമ്പൗണ്ടിങ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും. N എത്രയാണോ ഇയർ 2 ആണെങ്കിൽ 2 ആയിട്ടും I എത്രയാണോ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് ആയിട്ടും. പക്ഷെ ഇവിടെ എല്ലാ മാസത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൗണ്ടിങ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റിനെ. അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കോമ്പൗണ്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐൻ്റെ റേറ്റിൽ ഐൻ്റെ ആ ഒരു ഫോർമാറ്റിൽ മാറ്റം വരും, എന്നിൻ്റെ ആ ഫോർമാറ്റിൽ മാറ്റം വരും. ഈ രീതിയിൽ ആ ഇക്വേഷൻ ഇരുന്ന് എന്ത് വരും? A = P×1 + R/K to KT. ഇതായിരിക്കും വരിക. നമുക്ക് ആ എമൗണ്ട് ഒക്കെ നിർത്തി ചെയ്താൽ P എത്രയാണ്? 8,000 റുപ്പീസ് ആണ്. R എത്രയാണ്? R = 6% ആണ്, വിച്ച് മീൻസ് 0.06 ആണ് R വരുന്നത്. ഇനി K എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ K = വരുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ K = 2 ആണ്. കാരണം 2 തവണയാണ് എന്ത് ചെയ്യുന്നത്? സെമി ആനുവലി എന്ന് പറയുമ്പോൾ വർഷത്തിൽ 2 തവണയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി T എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? T = 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ഇയേഴ്സിനാണ്. 5 ഇയേഴ്സ്. ഓക്കെ, T 5 ആണ് റേറ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, ഞാൻ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? A = ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ് സെമി ആനുവലി എന്ന് പറയുമ്പോൾ 2 തവണ. ഓക്കെ, ഇനി P = 8,000 × 1 + R 0.06/2 2 × 5. 0.06/2 2 × 5. ഓക്കെ, ഇനി അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ വരുന്നത് 1071.33. ഇതാണ് വാല്യൂ വരുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1071.33. ഓക്കെ, നമ്മളോട് ഇൻട്രസ്റ്റ് ആണ് കാണാൻ ചോദിച്ചത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണാൻ ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് ഫൈനലായിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടും ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് ആണല്ലോ ഇത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്ര വരുന്നതെന്ന് ചോദിച്ചത്. അങ്ങനെ ഇതിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താൽ മതി. സോ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ടുള്ള ആ ഒരു അയില് വരുന്നത് എത്രയാണ്? 8,000 തിരിച്ച് ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് 10,751.33 മൈനസ് 8,000 അത് വാല്യൂ വരുന്നത് 2751.33. സോ ഇതായിരിക്കും
ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. സോ സെമി ആനുവലി ആണ് നമ്മൾ ആ ഒരു കോമ്പൗണ്ടിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റിൽ 8,000 റുപ്പീസിന് 5 ഇയേഴ്സിന് സെമി ആനുവലി ആണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഇനത്തിന് മാത്രം വരുന്ന എമൗണ്ട് 2,751.33 റുപ്പീസാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചേഞ്ച് വരുന്ന ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, മന്ത്ലി ആണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മന്ത്ലി കോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ ക്യാൻ്റെ വാല്യൂ 12 ആവും. ഓരോ മാസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ 12 തവണ ചെയ്യുമ്പോൾ ക്യാൻ്റെ വാല്യൂ ഇതിലേക്ക് പോകും, 12ലേക്ക് പോകും. ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി A = P × 1 + 0.08/12 × 5 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. പിൻ്റെ വാല്യൂ എത്രയാണ്? പിൻ്റെ വാല്യൂ നമുക്കറിയാവുന്നതാണല്ലോ. പിന്നെന്താ ഇതൊന്നും പ്രശ്നം, 8,000 ഈ ഒരു രീതിയിൽ വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 10790.80. 10790.80 ഇതായിരിക്കും ആ രീതിയിൽ ചെയ്യുമ്പോൾ. അതായത് എല്ലാ മാസവും കോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ വരുന്ന ഫൈനൽ എമൗണ്ട്, കോമ്പൗണ്ടഡ് എമൗണ്ട് വരുന്നത് ഇതാണ്. ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു എമൗണ്ടിൽ നിന്ന് ആ ഒരു 8,000 റുപ്പീസ് ആയിട്ടുള്ള നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ വരുന്നത് 2790.33 ആണ് എന്ത് വരുന്നത്, സോറി 90.80. ഇതാണ് ആ ഒരു എമൗണ്ട് വരുന്നത്. സോ ഇതായിരിക്കും ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് അത് കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇതാണ്. ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 6% per annum, then how long it will take a principal to double itself? അതായത് നമ്മളൊരു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം 6% ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ആനുവലി അത് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്രിൻസിപ്പൽ എമൗണ്ട് ഡബിൾ ആവാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പീനെ എന്താക്കിയിട്ട് P2P ആക്കി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് P കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. P കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ല, നമ്മളുടെ A കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് A = എന്താവണം, 2P ആവണം. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഡബിൾ നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ കിട്ടണം. ഇതാണല്ലോ നമുക്ക് വേണ്ടത്. A = 2P ആവണം. അപ്പോൾ എത്ര ടൈം എടുക്കുന്ന ചോദ്യം. പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഡബിൾ നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ. A എന്ന് പറഞ്ഞാൽ ഫൈനൽ റിട്ടേൺ ആണ് കേട്ടോ, പ്രിൻസിപ്പളും ഇൻട്രസ്റ്റ് കൂട്ടിയിട്ടുള്ള റിട്ടേൺ. ഈ ഡാറ്റാസ് പഠിക്കുക ആനുവലി ആണ്. സോ R = 6% ആണ്, അതായത് 0.06 വരും. പിന്നെ വേറെ ഡാറ്റ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് A ആണ്, N ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. A = 2P ആകുമ്പോൾ ഇനി A കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. P × 1 + I whole raised to n. P × 1 + I whole raised to n, അതായത് 1 + R whole raised to n. 1 + R whole raised to n, 1 + I whole raised to n. ഓക്കെ, അപ്പോൾ എന്ത് വരും, A = എന്താവണം, 2P ആവണം. 2P അതായത് റിട്ടേൺ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഡബിൾ ആണ്. അപ്പോൾ റിട്ടേൺ എമൗണ്ടിന്റെ പകരം എന്ത് കൊടുക്കാം, പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഡബിൾ എന്ന് കൊടുക്കാം. P × 1 + 0.06 whole raised to n. അത് വരും, ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 = 1 + 0.06 whole raised to n. 2 = 1.06 whole raised to n. log നോക്കുമ്പോൾ log 2 = log 1.06 whole raised to n. log 2 = n log 1.06 whole raised to n. കഴിഞ്ഞ് n താഴേക്ക് ഇറങ്ങി വന്നു. ലോഗ് വെക്കും. ഈ ലോഗ് വെക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നിനെ താഴോട്ട് എടുക്കാനാട്ടോ ലോഗ് വെക്കുന്നത്. എന്നി മുകളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി എന്ത് ചെയ്യാം, ഇത് ഡിവൈഡ് ചെയ്താൽ മതി. log 2ന്റെ വാല്യൂ n = എന്ത് വരും, log 2/log 1.06. n = log 2/log 1.06 വരും. അതിൻ്റെ വാല്യൂ വരുന്നത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. It's equal to 11.9. അപ്രോക്സിമേറ്റ്ലി n = 11.9 years വരും. അപ്പോൾ മനസ്സിലാക്കുക, 6% ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പ്രധാനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ 13.9 വർഷം വേണം.
ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാം, ഇത്രയും വർഷം ചെയ്യണം, കഴിഞ്ഞ് പോകണം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇതിൽ രണ്ട് ഡാറ്റ ഒരുമിച്ച് കയറി വരുന്നുണ്ട്. അത് സംഭവം ഇതാണ്: എ സം ഓഫ് മണി ഈസ് ഡെപ്പോസിറ്റഡ് കൃഷ്ണ വിച്ച് കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റ് ആനുവലി. ദി എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് 2 years ഈസ് ₹5,000. ഓക്കെ, അതായത് കൃഷ്ണ എന്തോ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണേ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്, ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. ഇനി 2 വർഷത്തിന് ശേഷം വരുന്ന എമൗണ്ട് എത്രയാണ്? ദി എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് 2 years ഈസ് 5,000. അതായത് 2 വർഷത്തിന് ശേഷം വരുന്ന എമൗണ്ട് 5,000 ആണ്. ഓക്കെ, ദി എമൗണ്ട് ആഫ്റ്റർ 2 years ഈക്വൽ ടു 5,000. ഇനി മറ്റൊരു ഡാറ്റ തന്നിട്ടുണ്ട്: അറ്റ് ദി എൻഡ് ഓഫ് 3 years ഇറ്റ് ഈസ് 5,200. അതായത് 3 വർഷത്തിന് ശേഷം എത്രയാണ്? 5,200 ആണ്. ദി എമൗണ്ട് ആഫ്റ്റർ 3 years ഈസ് 5,200. ഇനി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഫൈൻഡ് ദി മണി ഡെപ്പോസിറ്റഡ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, രണ്ട് കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്: ഫൈൻഡ് ദി മണി ഡെപ്പോസിറ്റഡ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് എന്തായാലും ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് എ ഈക്വൽ ടു എന്താണ്? P × 1 + R all raised to n. 1 + I all raised to n എന്താണോ അത് എടുത്താൽ മതി. 1 + I all raised to n, 1 + R all raised to n. ഓക്കെ, ഇനി ഇത് ഡാറ്റ കൊടുക്കുമ്പോൾ 2 years കഴിയുമ്പോൾ എമൗണ്ട് എത്രയാണ്? 5,000. സോ 5,000 ഈക്വൽ ടു P നമുക്കറിയില്ല, 1 + R നമുക്കറിയില്ല, n2. ഓക്കെ, ഇനി 3 yearsന് ശേഷം എത്രയാണ്? 5,200 ഈക്വൽ ടു P നമുക്കറിയില്ല, 1 + R നമുക്കറിയില്ല, 3. ഇതായിരിക്കും ഡാറ്റ വരിക. 1, 2 രണ്ട് ഫോർമുല ആക്കി ഞാൻ. ഓക്കെ, അതായത് 2 yearsന് ശേഷമുള്ള ഡാറ്റ ഇത്, 3 yearsന് ശേഷമുള്ള ഡാറ്റ ഇത്, രണ്ട് ഫോർമുല ആക്കി. ഇതിലെ പ്രിൻസിപ്പൾ എമൗണ്ട് മാറുന്നില്ലല്ലോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറുന്നില്ല, ഫിക്സ്ഡ് ആണല്ലോ. ഓക്കെ, ഇനി ഇത് രണ്ടും ഞാൻ 2/1 ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2/1 ചെയ്യുമ്പോൾ 5,200/5,000 ഈക്വൽ ടു 1 + R ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 + R ഹോൾ സ്ക്വയർ. ഇത് കട്ട് ചെയ്യുക, ഹോൾ സ്ക്വയർ കട്ട് ചെയ്യുക, ഇവിടെ ഇത് കട്ട് ചെയ്യുക, ബാക്കി എന്ത് വരും? 5,200 ഡിവൈഡഡ് ബൈ 5,000 ഈക്വൽ ടു 1 + R. 5,200 ഡിവൈഡഡ് ബൈ 5,000 ഈക്വൽ ടു 1 + R വരും. സോ R ഈക്വൽ ടു 5,200 ഡിവൈഡഡ് ബൈ 5,000 minus 1 വരും, which is equal to 5,200/5,000 equal to 1.04. 1.04 minus 1 equal to 0.04, which means 4% ആണ് എന്ത്? 4% ആണ് ഇൻട്രസ്റ്റ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 4% കിട്ടി. അതിലൂടെ സംഭവിച്ച 2 ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡാറ്റ ഞാൻ എഴുതിയിട്ട് അതൊന്ന് ഡിവിഷൻ ചെയ്തു. ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ P ഉണ്ട്. ആ P എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. P കട്ട് ചെയ്ത് പോകും. ബാലൻസ് ആയിട്ട് വരുന്നത് ഈ രീതിയിലാണ് വരുന്നത്. നമുക്കപ്പോൾ R എത്ര കിട്ടി? 4% കിട്ടി. ഞാൻ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടണമെങ്കിൽ R എടുത്തിട്ട് എവിടെയെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ R എടുത്തിട്ട് ഇവിടെ കൊടുത്തു വിചാരിച്ചു. അപ്പോൾ എത്ര വരും? 1 കൊടുത്തു. അപ്പോൾ ഇത് വരും 5,000 ഈക്വൽ ടു P × 1 + 0.04. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.04 ആണല്ലോ, റേസ് ടു 1 കൊടുത്തത്. അപ്പോൾ P ഈക്വൽ ടു ഇത് വരും 5,000 ഡിവൈഡഡ് ബൈ 1 + 0.04 റേസ് ടു 2. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആൻസർ എന്ന് പറയുന്നത് P ഈക്വൽ ടു 4623 വരും. 4623. P ഈക്വൽ ടു 4623. സോ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്ന വാല്യൂ. P ഈക്വൽ ടു 4623. ഓക്കെ, സോ ഈ രീതിയിലാണ് ഈ ഒരു ചോദ്യം ചെയ്യുക. ചോദ്യം മനസ്സിൻ്റെ ആൻസർ എങ്ങനെ ചെയ്തതെന്ന് ധാരണ കിട്ടിയിട്ടുണ്ടാവും കരുതുന്നു. ഈ രീതിയിലാണ് ഈ ഒരു ചോദ്യം വരിക. ഇത് അത്യാവശ്യം കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടൊരു ചോദ്യമാണ്. മുന്നത്തേതിനെ അപേക്ഷിച്ചിട്ട് 2 ഡാറ്റ ഒരുമിച്ച് വന്നിട്ട് P യും R ഉം കാണാനാണ് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: വിദ്യാസ് സേവിങ്സ് അക്കൗണ്ട് ഹാസ് എ ബാലൻസ് ഓഫ് ₹2,654.39. The annual interest rate is 3%. Compounded monthly
finally find the original principal amount deposited 2 years ago. അതായത് വിദ്യയുടെ അക്കൗണ്ടിൽ നിലവിലുള്ള ബാലൻസ് 2654.39 ആണ്. വിദ്യ ഡെപ്പോസിറ്റ് ചെയ്തത് 3% ആനുവൽ ഇൻട്രസ്റ്റിൽ മന്ത്ലി കോമ്പൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് വിദ്യ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 2 വർഷം മുന്നേ വിദ്യയുടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് എന്ത് ചെയ്യുന്നത് ചോദ്യം. അപ്പോൾ നമുക്ക് പി കണ്ടുപിടിക്കാനാണ് നമ്മളോടുള്ള ചോദ്യം. എ തന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് എന്ന് പറയുമ്പോൾ ഫൈനലായിട്ടുള്ളത് അത് എത്ര 2654.39 ആണ്. ഇനി കെ എത്രയാണ്? കെ 12 ആണ്. കാരണം 12 മാസം എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. വർഷത്തിലല്ല കോമ്പൗണ്ടിങ്, മന്ത്ലി ആണ്. സോ 12 മാസം കോമ്പൗണ്ട് ചെയ്യുന്നതുകൊണ്ട് കെ ഈക്വൽ ടു 12 ആണ്. ആർ എത്രയാണ്? ആർ ഈക്വൽ ടു 3% ആണ്. 3% ആണ്, അതായത് 0.03. ഓക്കെ. പിന്നെ ടി എത്ര കാലം, എത്ര 2 ഇയേഴ്സ് ആണ് ടി. 2 ഇയേഴ്സ് ആണ് ടി. T2 2. അത് 2 വർഷത്തിന് മുന്നുള്ള ചോദിച്ചത്. അപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടേക്ക് എത്തിയത്. ഓക്കെ. നമുക്ക് എ കാണാനുള്ള ഫോർമുല ചെയ്താൽ എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ കെ ഹോൾ റൈസ് ടു കെ ടി. ഇതാണ് എന്ത് എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. 1 പ്ലസ് ആർ ബൈ കെ ഹോൾ റൈസ് ടു കെ ടി. എ എത്രയാണ്? 2654.39 ഈക്വൽ ടു പി നമുക്കറിയില്ല 1 പ്ലസ് 0.03 ബൈ കെ എത്രയാണ്? 12 × 2. ഓക്കെ. ഈ രീതിയിലായിരിക്കും ആ ഒരു വാല്യൂ വരുന്നത്. ഓക്കെ. ഇനി ഇതെന്ത് വരും? ഇതിൻ്റെ ആൻസർ വരുന്നത് 2654.39 ഈക്വൽ ടു പി ഇൻറ്റു ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂ വരുന്നത് 1.0616757 ആണ്. 757. അങ്ങനെയാണെങ്കിൽ പി ഈക്വൽ ടു ഇതിനെ കൂടി ചേഞ്ച് ചെയ്താൽ, അതായത് ഈ വാല്യൂവിനെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിവിഷനായി മാറും. സോ പി ഈക്വൽ ടു വരുന്നത് 2600 ആണ് വരുന്നത്. കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ ഒരു വാല്യൂ ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? പി ഈക്വൽ ടു 2654.39 ബൈ 1.061. ഓക്കെ. 1.0 മിസ്റ്റേക്ക് വന്നോ? തന്നെ വരാൻ പോകുന്നു. തന്നെ ആയിരിക്കും വരിക. ഈ ക്വസ്റ്റ്യൻ ഈ ഒരു വാല്യൂ കിട്ടും. അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വാല്യൂ കിട്ടും. സോ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഏകദേശം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഈ ഒരു മെയിൻ ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസസ് പറയാണ്ട് അതുകൂടി നമുക്ക് പറയാം. ഓക്കെ.